നമ്മൾ ഇന്നലെ തന്നെ അവസാനിപ്പിച്ച് നമ്മൾ കന്യാജനനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് വന്നിരിക്കുന്ന വാദഗതികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ചത് തികച്ചും ഒരു യഹൂദ ബാലനായിട്ടാണ് യേശു ജനിച്ചത് എന്ന് പഠിച്ചു. അപ്പോൾ ന്യായമായിട്ടൊരു ചോദ്യം വരും, എന്തുകൊണ്ട് യേശു അങ്ങനൊരു കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു യഹൂദനായിട്ട് ജനിച്ചു? മുഴു ലോകത്തിൻ്റെയും രക്ഷിതാവായിട്ടാണ് അവൻ ജനിക്കുന്നത് എങ്കിൽ അങ്ങനെങ്ങാണ് ഒരു മതമില്ലാത്തവനായിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു മതത്തിലോ, അതുമല്ലെങ്കിൽ അന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മതം എന്നറിയപ്പെടുന്ന ആ മതത്തിലോ, അല്ലെങ്കിൽ മതങ്ങൾക്ക് അതീതനായോ? നമ്മളെപ്പോഴും പറയുന്നുണ്ട് യേശു മതം സ്ഥാപിക്കാൻ വന്നതല്ല എന്ന്. ഇത് കേട്ടിട്ടില്ലേ? ഉണ്ട്. യേശുവിനൊരു മതവും ഇല്ലായിരുന്നു, യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നതല്ല. പക്ഷെ താൻ ജനിച്ചത് യഹൂദ മതത്തിലാണ്. യഹൂദ മതത്തിൻ്റെ ചട്ടങ്ങളും ചിട്ടകളും എല്ലാം പിന്നെ വാട്ട് ഡസ് ഇറ്റ് മീൻ? എൻ്റെ അർത്ഥം എന്താ ഈ പറയുന്നത്? അപ്പോൾ എൻ്റെ യേശു അങ്ങനൊരു കുടുസമായ അല്ലെങ്കിൽ ഇടുങ്ങിയ യഹൂദമതം അന്നത്തെ കാലത്ത് വലിയ പേര് കേട്ട മതമൊന്നുമല്ല. വളരെ ചെറിയൊരു വിഭാഗമാണ്. എന്തേ യേശു അങ്ങനെ ജനിച്ചു? എന്തേ ഇന്ത്യ ജനിക്കാഞ്ഞ്? ആരെങ്കിലും ചോദിച്ചാൽ എന്താ മറുപടി പറയും? ബുദ്ധിക്കെത്താത്ത വൻകാരി ഒന്നും അന്വേഷിക്കാൻ പോകണമെന്ന് പറയൂല്ലേ? അല്ല, അതൊരു ഉത്തരമല്ല. അതറിഞ്ഞിട്ട് വേണോ നിനക്ക്? അതും ഉത്തരമല്ല. അതൊക്കെയായിരുന്നു പഴയ നമ്മുടെ അപ്പച്ചന്മാരുടെ ശൈലി. അതുകൊണ്ട് ഒരു തലമുറ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ചിന്തിക്കുന്നവൻ എപ്പോഴും സംശയങ്ങളുണ്ടാവും, ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ചോദ്യത്തിന് എന്താ മറുപടി പറയും? എന്തുകൊണ്ട് മതത്തിന് അതീതനായി അവൻ ജനിച്ചില്ല? എന്തുകൊണ്ട് യഹൂദ മതത്തിൽ അവൻ ജനിച്ചു? ഞാൻ മറുപടി പ്രതീക്ഷിച്ചിട്ടായി ചോദ്യം ചോദിച്ചത്. അതാണ് അതിൻ്റെ ഒരു ഉത്തരം. യേശു ക്രിസ്തുവിൻ്റെ ജനനവും ശുശ്രൂഷയും മുൻനിർണയിക്കപ്പെട്ട ഒന്നായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചേ പറ്റൂ. 2, ഇത് എവിടെ ജനിച്ചാലും ഇതേ ചോദ്യം തന്നെ വരും. ഇല്ലേ? ഇന്ത്യ ജനിച്ചാൽ ചോദിച്ചാൽ എന്താ ഇന്ത്യ ജനിച്ച് ആഫ്രിക്കയെ ജനിക്കാൻ എന്താണെന്ന് എന്ത് ചെയ്യും? ചോദിക്കും. ആഫ്രിക്കയെ ജനിച്ചാൽ അതേ ചോദ്യം ചോദിക്കും, എന്ത് ഏഷ്യയെ ജനിച്ചില്ല, ആഫ്രിക്കയെ പോയി ജനിച്ചത് എന്താ? അപ്പോൾ ഈ ലോകത്തിൽ എവിടെങ്കിലും കർത്താവിന് ജനിച്ചേ പറ്റൂ. കാരണം മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടിയാണ് തൻ്റെ വരവുന്നത്. അപ്പം മനുഷ്യവാസമുള്ള ഒരു മനുഷ്യകുലത്തിൽ യേശുവിന് ജനിച്ചേ പറ്റൂ. അത് എവിടെ ജനിച്ചാലും ഇതേ ചോദ്യം തന്നെ വരും. ഉദാഹരണം, ഞാനൊരു 10 മിഠായി കൊണ്ടെന്ന് വിചാരിക്കും. ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാ കൊണ്ടുവന്നേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? വലതുവശത്തിരിക്കുന്ന റോയ് പാസയുടെ ഭാഗത്തു നിന്ന് തുടങ്ങി. അത് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാം സാറിന് റോയ് പാസ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാം. വേണ്ട, എവിടുന്നെങ്കിലും തുടങ്ങട്ടെ എനിക്ക്. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചു, എന്താ ജിജോയുടെ അടുത്ത് തുടങ്ങുക? അതും നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് ജിജോൻ്റെ അടുത്ത് തുടങ്ങിയെന്നറിയാം. ഇത് എവിടുന്ന് തുടങ്ങിയാലും ഈ ചോദ്യ എവിടുന്നെങ്കിലും കൊടുത്ത് തുടങ്ങിയേ പറ്റൂ. ഇടത്തുനിന്ന് തുടങ്ങിയാലും വലത്തുനിന്ന് തുടങ്ങിയാലും പുറകിൽ നിന്ന് തുടങ്ങിയാലും മുമ്പിൽ നിന്ന് തുടങ്ങിയാലും ഇതേ ചോദ്യം തന്നെ എന്തു ചെയ്യും? ചോദിക്കും. അപ്പോൾ ആ ചോദ്യത്തിന് എന്തില്ല? ഒരു പ്രസക്തിയില്ല. എവിടെ നിന്നെങ്കിലും തുടങ്ങിയേ പറ്റൂ. പിന്നെ വാക്തത്വം ഈ ജാതിയോടായതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷണ്യ വേല ആരംഭിച്ചത്
യഹൂദാ ജാതിയിൽ നിന്നായതുകൊണ്ട് താൻ അവിടെ ജനിക്കപ്പെടുവാൻ നിർബന്ധിതനാക്കപ്പെടുകയും അവിടെ ജനിച്ചേ മതിയാകുകയുള്ളായിരുന്നു. കാരണം താൻ ഒരു ജാതി അതിനുവേണ്ടി എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. എവിടുന്ന്? ദൈവത്തിനൊരു സ്വന്തം ജാതി ആയിരിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുക്കുന്ന ആരെയാ? അബ്രഹാമിനെ. അബ്രഹാമിൽ നിന്ന് അത് ആരംഭിക്കുന്നത്. അപ്പം പിന്നെ ഇനി ആ ക്രമം അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റൂ? പോയേ പറ്റൂ. അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം അതാ. തൃപ്തികരമാണ് ഉത്തരം രണ്ടും. ഓക്കെ, ഞാൻ പറഞ്ഞു തികച്ചും ഒരു യഹൂദനായിട്ടാണ് യേശു ജനിക്കുന്നേ. യഹൂദ മാതാപിതാക്കളാൽ, യഹൂദ മതക്കൂട്ടിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ ഉള്ളിൽ, യഹൂദ ചട്ടക്കൂടുകളുടെ അകത്ത് യഹൂദ മതം, യഹൂദ സംസ്കാരം എന്തെല്ലാം അനുശാസിക്കുന്നു അത് മുഴുവനും ചെയ്തുകൊണ്ട് അനുസരിച്ചുകൊണ്ട് താനെ വളർന്നു വരിക. ഒരു യഹൂദ ബാലന് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്. 8-ാം നാളിൽ എന്ത് ചെയ്തു? പരിച്ഛേദന. ഒരു ശിശുവിൻ്റെ ഇത് അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ കുഞ്ഞ് എനിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് 8-ാം നാൾ മുതലാണ് എന്താരംഭിക്കുന്നത്? മതപരമായ ചടങ്ങുകളൊരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടോ? ഓക്കെ, പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോവുക യേശുവിനെ. അത് കഴിഞ്ഞ് പിന്നെന്തുവാ സംഭവിക്കുന്നത്? ശുദ്ധീകരണ നിയമപ്രകാരം 30 ദിവസം കഴിയുമ്പോൾ അമ്മയുടെ ശുദ്ധീകരണ നിയമപ്രകാരം എന്ത് ചെയ്യുന്നു? വീണ്ടും അമ്മ കടന്നു പോകും. അപ്പം തികച്ചും യഹൂദ മതം എന്ത് അനുശാസിക്കുന്നോ അത് മുഴുവൻ യേശു എന്ത് ചെയ്തു? ചെയ്യുന്നുണ്ട്. യേശു പരിച്ഛേദനയേറ്റായിരുന്നു. നോക്കാം നമുക്ക്. പേജ് നമ്പർ 2, 40-ാം ദിവസം മാതൃശുദ്ധീകരണത്തിനായി മോശയുടെ ന്യായപ്രമാണ പ്രകാരം കടിഞ്ഞൂലായ ആണിനെയൊക്കെയും കർത്താവിന് സമർപ്പിക്കേണ്ടതിന് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. ലൂക്കോസ് 2:22-30 വാക്യങ്ങൾ, സംഖ്യാപുസ്തകം 18-15-16 വാക്യത്തിൻ്റെ വെളിച്ചത്തിലാണ്. ന്യായപ്രമാണ പ്രകാരം അവർ ദേവാലയത്തിൽ ചെന്ന് പ്രാക്കുഞ്ഞിനെ യാഗമർപ്പിച്ചു. ലൂക്കോസ് 2:24 നിന്ന് യേശു ക്രിസ്തു ജനിച്ച കുടുംബത്തിൻ്റെ സാമ്പത്തിക നിലവാരം വ്യക്തമാക്കുന്നു. കാരണം മോശയുടെ ന്യായപ്രമാണ പ്രകാരം പണമില്ലാത്തവർക്ക്, പാവപ്പെട്ടവന് വേണ്ടി മാത്രം വിധിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്ത്? പ്രാക്കുഞ്ഞ്. അല്ലാത്തവരെ ആരെ യാഗമർപ്പിക്കണം? ആട്ടിൻകുട്ടിയെ യാഗമർപ്പിക്കണം. ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിച്ചോ. ലേവ്യ 12:8. ഒരു സ്വല്പം മുമ്പിൽ നിന്നും ആയത് 12-ാം അധ്യായത്തിന് 1-ാം വാക്യം തൊട്ട് വായിച്ചോ. ആ ആ ആ ആ ആ ശ്രദ്ധിച്ചോ, നമ്മളിനി കേൾക്കുക. സ്ത്രീ ഗർഭം ധരിച്ച ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ അവൾ 7 ദിവസം അശുദ്ധിയായിരിക്കണം. ആ ആ 8-ാം ദിവസം ഇതിനെ പരിച്ഛേദന ഏൽപ്പിക്കാനായിട്ട് അത് കഴിഞ്ഞ് 33 ദിവസം രക്തശുദ്ധീകരണത്തിനായിട്ട് അവൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അവൾ പിന്നെ അശുദ്ധയല്ല. ആദ്യത്തെ 7 ദിവസം മാത്രമേ അതുള്ളൂ കേട്ടോ. 8-ാം ദിവസമാ എന്ത് ചെയ്യുന്നത്? കുഞ്ഞുമായിട്ട് എന്ത് ചെയ്യുന്നു? പരിച്ഛേദനയ്ക്ക് വേണ്ടി ചെല്ലുന്നത്. വായിച്ചോ. ആ ആ ആ ആ ആ ആ ആ 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായിട്ടും ആ ആ ആ ആ ആ
ആ എന്നാൽ അവളുടെ രക്തസ്രാവം നിന്നിട്ട് ആ അവൾ ശുദ്ധയാകും. ആ ഇത് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിച്ചവർക്കുള്ള പ്രമാണം. ആ ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല. ശ്രദ്ധിച്ചോ, ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ലെങ്കിൽ രണ്ട് കുറുമ്പ്രാവിനെയോ അവൾ 2 കുറുമ്പ്രാവിനെയോ പ്രാവിൻകുഞ്ഞിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗം ഒന്നിനെ ഹോമയാഗമായും പാപയാഗത്തിനുമായി മറ്റേതിനെ പാപയാഗമായും കൊണ്ടുവരണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി ഓക്കെ, ശ്രദ്ധ. അപ്പൊ നോക്കുക, ആ യേശുവിനെയും കൊണ്ട് ദേവാലയത്തിലേക്ക് വരുന്ന ആ വരവ് കാണുമ്പോൾ അറിയാം അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് എന്തോ ഉണ്ടെന്ന്. നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? കടം വാങ്ങിച്ചാണെങ്കിലും ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകും. കാരണം 4 പേര് കാണുന്നൊരു കാര്യമാണ് ഇത്. ഇവിടെ സ്റ്റാറ്റസ് സിമ്പിളായത്. നമ്മൾ ആരാന്ന് വെളിപ്പെടുത്തുകയാണ് ഇപ്പം. അപ്പം ന്യായമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? കടം മേടിച്ചാന്നേലും അടിപൊളി പരിപാടിയായിരിക്കും അന്ന്. കാര്യം എന്താ? ഇത് പ്രസ്റ്റീജ് ഇഷ്യൂ. അതിനുപോലും വകയില്ലാത്ത ഒരു കുടുംബത്തിലാണ് ആരെന്ത് ചെയ്തത്? യേശു ജനിച്ചത്. എന്നിട്ട് ഇവരൊക്കെ പറയുന്ന ഈ വലിയ ഇത് പറയുന്ന അവൻ്റെ അങ്കിക്ക് ഭയങ്കര വിലയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സംഗതി വിലയൊക്കെ തന്നെ ആയിരുന്നു. ആരെങ്കിലും ദാനം കൊടുത്തതായിരിക്കും. കാരണം അവന് ഒത്തിരി സ്നേഹിതന്മാരുണ്ടായിരുന്നു, അല്ലേ? അരിമത്തയിലെ ജോസഫ്, കൊച്ചുപാടുകളൊന്നും അല്ല ഇവൻ്റെ കൂടെയുള്ളത്. അവരെങ്ങാണോ യേശുവിന് എടുത്തു കൊടുത്തതായിരുന്നേക്കാം. പക്ഷേ ഇവൻ്റെ സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാൽ നികുതി കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്തവനായിരുന്നു. കുടുംബസ്വത്വം വല്ലതും ഉണ്ടോ? ഓ, എന്തുവാ? ശുദ്ധീകരണത്തിന് ഒരു ആട്ടിനെ പോലും കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാതെ 4 പേരുടെ മുമ്പിൽ നാണം കെട്ട് ശുദ്ധീകരണം കഴിഞ്ഞ് വന്നവനാ. ഞാൻ ഇന്ന് പറയുന്നതിന് ആഗ്രഹിച്ച ഒരു വിഷയം, ഇല്ലാത്ത പൊങ്ങച്ചൊന്നും എന്ത് ചെയ്യാൻ പോകണ്ട, നമുക്ക് കാണിക്കാൻ പോകണ്ട. നമ്മുടെ കർത്താവ് കാണിച്ചില്ല. ഹി വാസ് ഹാപ്പി വിത്ത് വാട്ട് ഹി ഹാഡ്. തനിക്കുള്ളത് കൊണ്ട് അവൻ തൃപ്തനായിരുന്നു. അപ്പം നമ്മുടെ വേദന പറഞ്ഞാൽ കർത്താവിന് മനസ്സിലാവും. കാരണം താൻ ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലക കണ്ട മനുഷ്യനാണ്. എന്തുവാ ആ വാക്കിൻ്റെ അർത്ഥം? എന്തുവാ? കേട്ടിട്ടില്ലയോ നെല്ലിപ്പലക കാണുമെന്ന്? എന്തുവാ അത്? അത് എന്തു നെല്ലിപ്പലക എന്ന് പറഞ്ഞാൽ എന്തോ സംഭവം? എന്തോ ഇത്? ആ ശൈലിയുടെ അർത്ഥം എന്തുവാ? നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നെല്ലിപ്പലക, ക്ഷമയുടെ നെല്ലിപ്പലക. എന്തുവാ ഇത്? ഇതെന്തുവാ സംഭവം? ആർക്കെങ്കിലും അറിയാമോ ഇത്? ആ, ഏതാ പറഞ്ഞോ? നെല്ലിമരത്തിൻ്റെ പലകയാണ്. അത് ശരിയാ, നെല്ലിപ്പലക എന്ന് പറഞ്ഞാൽ നെല്ലിമരത്തിൻ്റെ പലകയാ. അത് ശരിയാ. പക്ഷെ ആ പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? ഈ പണ്ട് കാലത്ത് കിണർ കുഴിക്കുമ്പം, കിണർ കുഴിച്ച് അതിൻ്റെ അടിയിൽ ചെല്ലുമ്പോൾ, ഏറ്റവും അതിൻ്റെ ചെല്ലുന്നതിൻ്റെ അതുണ്ടല്ലോ, അവിടെ ഈ നെല്ലിയുടെ പലക വിരിക്കും അടിയിൽ, വെള്ളത്തിൻ്റെ ശുദ്ധീകരണത്തിനും തണുപ്പിനുമായിട്ട്. ഏറ്റവും അടിയിൽ കിടക്കുന്ന അതായിരിക്കും. എന്നാൽ ഞാൻ അത്രയും ക്ഷമിച്ചു എന്നാണ്. ഇനി അതിൻ്റെ താഴോട്ട് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ഇനി അതിൻ്റെ അടിയിലോട്ടൊന്നുമില്ല. ഐ കെയിം ടു ദ ലാസ്റ്റ് പോയിന്റ്സ്. ഞാൻ ഈ അടുത്ത കാലത്ത് അതിൻ്റെ അർത്ഥം എന്തോ, ഈ ചില ശൈലികളുടെ അർത്ഥം അറിയണമെങ്കിൽ അതുമായിട്ട്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആരാ കിണർ കുത്തുന്നതെന്നെല്ലാം ബോറല്ലേ എല്ലാം. ആ വെള്ളം കുടിക്കാൻ തന്നെ ബോറാ. അല്ലാതെ കിണർ കുത്തുക ഭയങ്കര പഴയ കാലത്തെ പരിപാടിയായിരുന്നത്. കിണർ കുത്തി അതിൻ്റെ ഏറ്റവും അടിയിലെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ താഴ്ത്തേണ്ടിടത്തോളം താഴ്ത്തി അതിൻ്റെ അടിയിലെത്തുമ്പോൾ അതിൻ്റെ അടിയിൽ അവരെന്ത് ചെയ്യുന്നറിയാമോ? നെല്ലിപ്പലക വിരിക്കും, മുഴുവൻ വിരിക്കും. വെള്ളത്തിൻ്റെ ശുദ്ധീകരണത്തിനും എല്ലാത്തിനും കൂടെ ആയിട്ടാണ്. അത്രയും ക്ഷമിച്ചു എന്നുള്ളതാണ്, എനിക്ക് ക്ഷമിക്കാവുന്നതിൻ്റെ പരമാവധി ആയി എന്നുള്ളതാണ് ആ ശൈലിയുടെ അർത്ഥം.
അപ്പം ഇവിടെ കർത്താവിൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ദിവസം പറയുന്നുണ്ട്, അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന അവൻ്റെ കൃപ. നമ്മെ ഓർത്ത, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, എന്നെ ഓർത്തിട്ടായിരിക്കണം. ദാരിദ്ര്യത്തിൻ്റെ വില എന്തുവാന്നും കഷ്ടപ്പാട് എന്തുവാന്നും വേദന എന്തുവാന്നും ഒക്കെ ശരിക്കറിഞ്ഞതാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ടല്ലേ എബ്രായലേഖനത്തിൽ പറയുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. അവനറിയാം നമ്മൾ പറയുന്ന ഭാഷ എന്തുവാന്ന് അവനറിയാം. വിശപ്പറിഞ്ഞവന് ഭക്ഷണം കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടോ എന്ന് പറഞ്ഞാൽ അത് എന്തുവാന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ പണ്ട് ഇംഗ്ലണ്ടിലെ രാജ്ഞി പറഞ്ഞോണ്ടിരിക്കും, എന്തുവാ പറഞ്ഞു അത് തന്നെ, ഭക്ഷണമില്ല കേക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ബ്രെഡ് തിന്നൂടെയെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ബ്രെഡില്ലെന്ന് പറഞ്ഞപ്പോൾ കേക്ക് തിന്നൂടെയെന്ന് ചോദിക്കും. കാരണം നമുക്ക് പട്ടിണി എന്തുവാന്ന് അറിയത്തില്ല, ദാരിദ്ര്യം എന്തുവാന്ന് അറിയത്തില്ല. പല സുവിശേഷകരുടെ മക്കൾക്കും ഈ 2ാം തലമുറ 3ാം തലമുറയൊക്കെ നേതൃത്വത്തിൽ വരുമ്പോൾ വരുന്ന പ്രശ്നം ഇതാണ്, അവർക്ക് ദാരിദ്ര്യം എന്തുവാന്ന് അറിയത്തില്ല. അവർക്ക് പിള്ളേർക്ക് ഫീസ് കൊടുക്കേണ്ട കാര്യം എന്തുവാന്ന് അവർക്ക് അറിയില്ല. വസ്ത്രമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. കാരണം അവർക്കറിയില്ല. അല്ലലറിയാതെ കഷ്ടപ്പാടറിയാതെ നമുക്ക് നേരിട്ട കഷ്ടപ്പാട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ഞാനൊരു കാര്യം തുറന്നു പറയാട്ടോ, കുഞ്ഞുങ്ങളെ കഷ്ടപ്പാടറിഞ്ഞ് തന്നെ വളർത്തണം. നിങ്ങൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് വെറുതെ പട്ടിണിക്കിടാനല്ല ഞാൻ ഈ പറഞ്ഞത്, കഷ്ടപ്പാടറിഞ്ഞ് അവരും വളരണം. പണത്തിൻ്റെ മൂല്യം അവരറിയണമെങ്കിൽ, ജീവിതത്തിൻ്റെ അർത്ഥം അവരറിയണമെങ്കിൽ, വസ്ത്രത്തിൻ്റെ വില അറിയണമെങ്കിൽ, അല്ലെങ്കിൽ എന്തുവാ, ഒരു ബട്ടൺസ് പോയി കഴിഞ്ഞാൽ ഉടനെ ഒറ്റ ഏറാണ്. ഒരു കുഴപ്പമില്ല, അതിലത്തൊരു ബട്ടൺസ് പോയെന്നേ ഉള്ളൂ. ഒരു ബട്ടൺസ് തുന്നി പിടിപ്പിക്കാൻ അറിയാവുന്ന എത്ര എണ്ണം ഉണ്ട് ഇതിനകത്ത്? അറിയാമോ? ബട്ടൺസ് തുന്നാൻ അറിയാമോ? അറിയാം. അടുത്ത തലമുറയ്ക്ക് അതുപോലും ചിലപ്പോൾ അറിഞ്ഞെന്ന് തരത്തില്ല. ഞാൻ അത് കഴിഞ്ഞാൽ ജോസഫിനറിയാം, ജോസഫ് ബട്ടൺസ് തന്നെ ബട്ടൺസ് ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല അല്ലേ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം പ്ലീസ്. പാത്രം കഴുകാൻ പഠിപ്പിക്കണം, വസ്ത്രം അഴുക്കാൻ പഠിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. ജീവിതം എന്തുവാന്ന് അവരെ പഠിപ്പിക്കണം, ജീവിതത്തിൻ്റെ വില എന്തുവാന്ന് അവരെ പഠിപ്പിക്കണം. ഒരു പരിധി വിട്ട് അവർക്കൊന്നും കൊടുക്കരുത്. കാരണം കഷ്ടപ്പെട്ട് നേടുന്നതിനെ എന്ത് ചെയ്യണ്ടാവുള്ളൂ? വിലയുണ്ടാവുള്ളൂ. യേശു ദാരിദ്ര്യത്തിൻ്റെ പൂർണ്ണത അറിഞ്ഞൊരു മനുഷ്യനാണ്. ആയുസ് മുഴുവൻ ഇത് കേട്ട് കാണും. എടാ, നിൻ്റെ അമ്മ നിന്നെ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്നപ്പം, നിന്നെ ആലയത്തിൽ കൊണ്ടുവന്നത് എന്തുവാടാ? പ്രാവും കുഞ്ഞിനെയാ. എൻ്റെ അമ്മ കൊണ്ടുവന്നാണ്ടില്ലേ? ഇത് ആയുസ് മുഴുവനും അവൻ്റെ മേൽ കിടക്കുന്നൊരു സ്റ്റാമ്പാണ്, ഒരു മുദ്രയാണ്. ജനിച്ചു വീണത് വഴിയിൽ. അടുത്ത ഇമ്പോർട്ടൻ്റ് തിങ്ങാണ് ഏതാ? ദേവാലയത്തിൽ വരുന്ന സമയം. അന്ന് കിട്ടുന്നത് ദാരിദ്ര്യത്തിൽ 4 കാണേ ഞാനൊരു ദരിദ്രനാണേ എന്ന് വിളിച്ചറിയിക്കുന്നൊരു സിമ്പല്. നോക്കാം നമുക്ക്. സകലത്തിൻ്റെയും സൃഷ്ടാവും കാട്ടിലെ 1000 ജന്തുക്കളുടെയും ഉടയനുമായവൻ, ആകാശത്തിലെ പറവുകൾക്ക് രൂപവും ജീവനും നൽകിയവൻ, മനുഷ്യനായി അവതരിച്ചപ്പോൾ യാഗമർപ്പിക്കുവാൻ ഒരു ആട്ടിൻ കുഞ്ഞിനെ പോലും വാങ്ങുവാൻ സാമ്പത്തിക ശേഷിയില്ലാത്ത ഒരു കുടുംബത്തിലാണവൻ ജനിച്ചത് എന്നോർത്തോണം. അതുകൊണ്ടല്ലേ എനിക്ക് തോന്നുന്നു സാധു കൊച്ചു ചോദിച്ചാൽ തോന്നുന്നു ഇങ്ങനെ പാടിയത്, അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനിടമില്ലാതെ ഒരു അനാഥനെ പോലെ 33 കൊല്ലം ഈ പാർത്തലത്തിൽ അവൻ പാർത്തു.
നമ്മെ സമ്പന്നരാക്കുവാൻ അവൻ ദരിദ്രനായി തീർന്ന ദൈവകൃപയാണിത്. 2 കൊരിന്ത്യർ 8:9 ആ വാക്യം പറയുന്നത്, നമ്മെ സമ്പന്നരാക്കേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയാം. ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന്. ഒരു പാവ അമ്മച്ചി കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ മുഴുവൻ സ്വരൂപിച്ച് വയ്ക്കുക, കഞ്ഞിയും കുടിക്കാതെ, ജീവിതത്തിലൊന്നും സംഭവിക്കാതെ. എന്തിനാ? ആ താൻ ദാരിദ്ര്യത്തിൽ ജീവിച്ചിട്ട് തൻ്റെ ദാരിദ്ര്യം മൂലം തൻ്റെ മകൻ സമ്പന്നനായി തീർന്നു. അമ്മച്ചി മരിക്കാൻ നേരത്ത് കിടന്ന കട്ടിലിൽ മെത്ത നോക്കിയപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാ അമ്മച്ചി കിട്ടിയത് മുഴുവൻ അമ്മച്ചി അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ശേഖരിച്ച് വെച്ചേക്കുന്നത്. അമ്മച്ചിയുടെ ദാരിദ്ര്യത്തിലൂടെ മകൻ സമ്പന്നനായിട്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനത് പറഞ്ഞു. മകൻ സമ്പന്നനായിട്ട്. അമ്മച്ചിക്ക് വേണമെങ്കിൽ അടിച്ച് പൊളിച്ച് ജീവിക്കാമായിരുന്നല്ലോ, അല്ലേ? അല്ല, ചുരിദാറൊക്കെ എടുത്ത്, അല്ലേ? അമ്മച്ചിക്ക് സുഖമായിട്ട്. എന്താ, അമ്മച്ചി ഒരു മനുഷ്യല്ലേ? വയറില്ലേ, കണ്ണില്ലേ, കാലില്ലേ, കയ്യില്ലേ? അമ്മച്ചിക്ക് ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? തൻ്റെ സകല ആഗ്രഹങ്ങളെയും ഇച്ഛകളെയും ഒതുക്കി അടക്കി താനിതെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുകയാണ്. എന്തിനാ? ഒരു ദരിദ്രയായിട്ട് അവൻ ജീവിച്ചു. തൻ്റെ ദാരിദ്ര്യത്തിലൂടെ തൻ്റെ മകൻ എന്ത് ചെയ്തപ്പം? സമ്പന്നനായിത്തീർന്നു. അതേതാ അവിടെ പറയുന്നത്. അവൻ്റെ ദാരിദ്ര്യത്തിലൂടെ നാം എന്തായിത്തീർന്നു? സമ്പന്നരായിത്തീർന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലും നന്മ, അനുഗ്രഹം ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തമ്പുരാൻ നമ്മളോട് കരുണ കാണിച്ചാണ്. ഒരു സൈക്കിൾ പോലും വാങ്ങിക്കാൻ, സ്വന്തമായിട്ടൊരു സൈക്കിൾ പോലും വാങ്ങിക്കാൻ ഗതിയില്ലാത്ത നമുക്ക് ദൈവം ഇതെല്ലാം തന്നു കഴിയുമ്പോൾ ഞെളിയാതെ ഭയപ്പെടുക. കർത്താവേ, ഇത് അങ്ങ് തന്ന ദാനമാണ് എന്നുള്ള ആ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്തത്, അതിനുശേഷം അവരെന്ത് ചെയ്തു എന്നറിയാമോ? നസ്രത്തിലേക്ക് മടങ്ങി. കർത്താവ് പിന്നെ ഇടയ്ക്ക് ഒന്ന് പറയുന്നുണ്ടല്ലേ, യോസഫിനോട് പറയുന്നുണ്ട്, ഇവർ നിന്നെ ആ സന്ദർഭം നിങ്ങൾക്ക് ഓർക്കാമല്ലോ. വിദ്വാൻമാർ വന്ന് ഒരു കുളം തോണ്ടിടിച്ച് പോയതേ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ ചെന്ന് ചോദിച്ചു? ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ പോയി ചോദിച്ചു. നക്ഷത്രം കണ്ടു വന്നവന് അതിലെ അങ്ങ് പോയേച്ചാൽ മതി, നക്ഷത്രത്തെ നോക്കി പോയാൽ മതി. പക്ഷെ ഇടയ്ക്ക് ഇവനൊരു വെളിപ്പാടല്ലോ, ഒരു വെളിവേട് വന്നു. രാജാവായിട്ട് പിറക്കണമെങ്കിൽ എവിടെ വേണം പിറക്കാൻ? കൊട്ടാരത്തിലായിരിക്കണമല്ലോ. എന്നാൽ അതും ചോദിക്കേണ്ടോടാങ്ങാനും ചോദിക്കണ്ടേ? അവിടെ ചെന്ന് ചോദിച്ചത് എന്തുവാ? യഹൂദന്മാരുടെ രാജാവ്. ഇവന് വിവരമില്ലല്ലോ, കാരണം ഇവൻ കിഴക്കുന്ന് വരുന്നവനല്ലേ. മനസ്സിലായില്ല എന്തുവാന്ന്? ഇവൻ എവിടുന്ന് വരുന്നവനാ? വിദ്വാനൊക്കെയാ, പക്ഷേ കിഴക്കുന്ന് വന്ന വിദ്വാനെ ഇവനെ അറിയത്തുള്ളൂ. ഇവൻ വന്നു ചോദിച്ചത് ആരുടെ വായിലാ കൊണ്ട് പറഞ്ഞു കൊടുത്തത്? ആർക്കാ ഇൻഫർമേഷൻ മുഴുവൻ കൊടുത്തേ? യഹൂദന്മാരെ കണ്ണുനേരെ കാണാൻ പറ്റില്ലാത്തൊരു ഇവൻ്റെ അടുക്കലാണ് കൊണ്ടുവന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന്. നമ്മൾ യഹൂദന്മാരുടെ രാജാവോ? അവൻ രാജാവൊന്നുമില്ല, അവൻ ഞങ്ങളുടെ കീഴിൽ വഹിക്കുന്നവരല്ലേ. അപ്പോൾ അവന് രാജാവ് പറഞ്ഞിട്ടുണ്ടോ? അതിപ്പോൾ അവൻ്റെ രാജാവ് പറഞ്ഞോ? വന്നത് കൊച്ചു പാർട്ടികളൊന്നും അല്ലേ, വിവരമില്ലാത്തതൊന്നുമല്ല വന്നേക്കുന്നത്. രാജാവ് പറഞ്ഞോ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയി കണ്ട് മണങ്ങി എന്നെ ഒന്ന് അറിയിക്കുക, ഞാനും പോയി അവനെ ആരാധിക്കാൻ വേണ്ടി, എനിക്കും വണങ്ങാൻ വേണ്ടിയാണ്. അവിടെ അല്ലെന്ന് അറിഞ്ഞപ്പോഴത്തേന് ഇവർ പതുക്കെ പോയി നോക്കിയോ, വീണ്ടും പിന്നെ ഒന്നുകൂടെ വീണ്ടും മേലോട്ട് നോക്കിയപ്പോൾ എന്താ നക്ഷത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് വിവരം മനസ്സിലായി, നമ്മൾ നക്ഷത്രത്തിൽ നോക്കിയാന്നല്ലോ വന്നത്. ഇടയ്ക്കൊണ്ട് നമ്മൾ ശരി നക്ഷത്രത്തിൽ നോക്കി വീണ്ടും ഒരു യാത്ര തുടരുന്നു. ഏതാണ്ട് ഇവർ വന്ന് തിരിച്ചു വരേണ്ട സമയമൊന്നും ആയില്ല എന്ന് കണ്ടപ്പോൾ ഹേരോദാവിന് വിവരം മനസ്സിലായി. അവൻ നമ്മളെ എന്ത് ചെയ്തിരിക്കുക? കളിപ്പിച്ചു. അവിടെയും ദൈവം ഇടപെടുന്നുണ്ട്. വിദ്വാൻമാരോട് പറഞ്ഞു, നിങ്ങൾ വന്ന വഴിയായിട്ട് പോകരുത്, വേഴ വഴിയായിട്ട് പോകണമെന്ന് പറഞ്ഞു. ഹേരോദാവ് കാര്യങ്ങളൊക്കെ കണക്കൂട്ടി. ഇവർ വന്നാൽ നമുക്ക് കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്താണ് തോന്നുമ്പോഴാകും വന്നത്. ഏതാണ്ട് ഇപ്പോൾ 1 വർഷമായിരിക്കുന്നു അല്ലേ ഇവർ പോയിട്ട് തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഒരു കണക്കൂട്ടി ശരി ഒരു 10 ദിവസം അങ്ങോട്ടും കൂട്ടിയിട്ടേക്കാം. ഒരു 2 വയസ്സിന് താഴെയുള്ള എല്ലാ കൊച്ചുങ്ങളെയും എന്ത് ചെയ്യാൻ പറഞ്ഞു? കൊന്നേക്കാൻ പറഞ്ഞ് കൽപ്പന ഇട്ടു. അപ്പോൾ അതിലെങ്ങനെയായാലും എന്ത് യേശു തട്ടിപ്പൊക്കോളും. ഏതാണ്ടൊക്കെ കണക്കൂട്ടി നോക്കുക. 2 ആയിട്ടില്ല, എന്നാലും എന്ത് ചെയ്തേക്കാം? കൂട്ടിയിട്ടേക്കാം. കാരണം ഇവരവിടെ നിന്ന് നടന്ന് ഇവിടം വരെ എത്തണ്ടേ. അതും കൂടെ എല്ലാം കൂടെ കണക്കൂട്ടി പറഞ്ഞു 2 വയസ്സിന് താഴെയുള്ള എല്ലാത്തിനെയും തട്ടിക്കൊള്ളാൻ പറഞ്ഞു.
ദേശത്ത് മുഴുവൻ ഒരു വലിയ നിലവിളി. അതാ പറയുന്നത്, റാമയിൽ ഒരു ശബ്ദം, റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി എന്ത് ചെയ്യുന്നു? കരയുന്നു. നിങ്ങൾക്ക് സുവിശേഷം അറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതായിട്ട്. കരയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദൈവം ഇടപെട്ടു. ജോസഫിനോട് പറഞ്ഞു, ജോസഫേ എന്ത് ചെയ്തോ? വേഗം സ്ഥലം വിട്ടോ ഇവിടുന്ന്, പൈതനെയും കൊണ്ട് നീ മിസ്രൈമിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷനെ കുറിച്ച് ഞാൻ പറയാം, ദൈവത്തിൻ്റെ ഒരു കരുതലിനെ കുറിച്ച് ഞാൻ പറയാം. ശുദ്ധീകരണത്തിന് പോലും കാശില്ലാതെ കടന്ന ഇവനോട് നീ ഈ കുഞ്ഞിനെയും കൊണ്ട് ഏതാ മിസ്രൈമിൽ പോയി പാർക്കാൻ പറഞ്ഞാൽ എവിടുന്നാ കാശ്? മിസ്രൈം എന്ന് പറഞ്ഞാൽ അന്നത്തെ സംസ്കാര സമ്പന്നമായ അവിടെ പോയി പാർക്കണമെങ്കിൽ കൈ പൈസ വേണ്ടേ? അതിനെ ആ കിഴക്ക് നിന്ന് കൊണ്ടുവന്ന വിദ്വാൻമാരുടെ ദൈവം എന്തോ കൊടുത്തയച്ച്? പൊന്നു കൊടുത്തയച്ചത്. ആ പൊന്നും ഊരും കുന്തിരിക്കൊക്കെ ഉണ്ടല്ലോ, ഊരും കുന്തിരിക്കൊക്കെ ദേഹശുദ്ധിക്കും ശുദ്ധീകരണത്തിനും ഉപയോഗിച്ചു. പൊന്ന് എന്തിനുള്ളതാണ് അറിയുമോ? ഇവൻ മിസ്രൈമിൽ പാർക്കുന്നിടത്തോളം കാലം ഇവൻ ആവശ്യമുള്ളത് മുഴുവനും ദൈവം അവന് കൊടുക്കാൻ വേണ്ടിയാ ഈ വിദ്വാൻമാരുടെ എന്ത് ചെയ്തത്? ദൈവം പൊന്ന് കൊടുത്തയച്ച്. ഞാനൊരു കാര്യം പറയാം, ദൈവം നിന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നെങ്കിൽ അതിന് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടേ എൻ്റെ ദൈവം നിന്നോട് പറയത്തുള്ളൂ. എല്ലാം ഒരുക്കിയിട്ടേ നിന്നോട് പറയത്തുള്ളൂ, അല്ലാതെ നിന്നോട് പറയില്ല. ജോസഫിനോട് മിസ്രൈമിലെ കുഞ്ഞിനെയും തള്ളയും കൊണ്ട് പോകാനായിട്ട് പറഞ്ഞെങ്കിൽ ആ പോകാനുള്ള വണ്ടിക്കൂലി വേണ്ടേ? നടന്നുകൊണ്ട് പോകാൻ ഇത്രയും കൊച്ചിനെ കൊണ്ട് എങ്ങനെ നടക്കാനാ? അപ്പോൾ ഏതെങ്കിലും വണ്ടി, എന്തോ കുതിരവണ്ടിയോ അങ്ങനത്തെ ഏതെങ്കിലും അന്നുള്ള ഏതെങ്കിലും ഉള്ള യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ. അവിടെ ചെന്ന് നീ പാർക്കണ്ടേ കുറേ നാൾ? അതിനുള്ള പൈസ എന്താ? അതെല്ലാം ദൈവം ആരെ കൊണ്ട് കൊടുപ്പിച്ചു? കിഴക്ക്. നീ അറിയാത്ത മാർഗത്തിലൂടെ നിന്നെ പോഷിപ്പിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ നീ മടിക്കേണ്ട ആവശ്യമില്ല. കാര്യം അതങ്ങനെ ചെയ്യാതെ അവൻ നിന്നെ പറയത്തില്ല. നിന്നെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു പരിപാടി എൻ്റെ ദൈവം ചെയ്യത്തില്ല. നിന്നെ ചക്ര ശ്വാസം എടുപ്പിക്കുന്ന ഒരു പരിപാടി എൻ്റെ ചെയ്യത്തില്ല. എൻ്റെ ദൈവം തമ്പുരാൻ എന്തെങ്കിലും നിന്നോട് പറയുന്നെങ്കിൽ അതിന് മുൻപ് അവൻ അത് ഒരുക്കിയിട്ടേ നിന്നോട് പറയത്തുള്ളൂ. ഇത്രയും പൊന്ന് കയ്യിൽ പോണ്ട്, ഇനിയിപ്പോൾ എന്നാ പോയാൽ കുഴപ്പം? വേണ്ടുന്നതെല്ലാം ദൈവം കൊടുത്ത് പൊക്കോളാൻ പറഞ്ഞു. രാത്രി തന്നെ ജോസഫ് എന്ത് ചെയ്തു? കുടുംബമായിട്ട് എന്തോ ചെയ്തു? മിസ്രൈമിലോട്ട് പോയി. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും ജോസഫിനോട് പറയുന്നു, കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിച്ചവരൊക്കെ എന്ത് പറഞ്ഞു? നീ തിരിച്ച് വരാൻ പറഞ്ഞു. അത് മറ്റൊരു പ്രവചനത്തിന് നിർത്തി. ഞാൻ മിസ്രൈമിൽ നിന്ന് എൻ്റെ മകനെയും വിളിച്ചു വരുത്തുമെന്നുള്ള പ്രവചനത്തിന് നിവർത്തിക്ക് വീണ്ടും യേശുവിനെയും കുടുംബത്തെയും മടക്കി നിർത്തി. ഞാനൊരു കാര്യം പറയട്ടെ, എന്നാൽ ജീവിതത്തിൽ നേരിടുന്നതല്ല ദൈവ വഴിയിലൂടെ ദൈവ ആലോചന അനുസരിച്ച് നീ ജീവിക്കുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നേരിടുന്നതിനെല്ലാം തമ്പുരാൻ ഉത്തരവാദിയായിരിക്കും. അവൻ അത് നന്മയ്ക്കായിട്ട് തന്നെ തീർക്കും. എന്നിട്ട് പോകാൻ പറഞ്ഞാൽ പൊക്കോണം. വെറുതെ ഇഷ്ടപ്പെടുത്തലുണ്ടല്ലോ. എലിയാനോട് പറഞ്ഞില്ലേ? നീ കരീതി പോകാൻ പറഞ്ഞില്ലേ? ഒരു കാക്കയെ ഓൾറെഡി പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞില്ലേ സരാഫത്തിൽ പോകാൻ പറഞ്ഞില്ലേ? ദൈവം ഇവിടെ ഒരു വിധവയെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ യോസഫിനോട് മിസ്രൈമിൽ പോകാൻ പറയുന്നു. ആവശ്യമുള്ള പൊന്നും എല്ലാം കൂടെ കൈ കൊടുക്കും. പിന്നെ എന്നാ പോയാലും എനിക്കെന്നാ? അതെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്നറിയാമോ? അനന്തരം അവൻ നസ്രയത്തിലേക്ക് മടങ്ങിപ്പോയി. ലൂക്കോസ് 2:39 വായിച്ചോ. ആ ആ അങ്ങനെ അവിടെ നസ്രത്തിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ദൈവകൃപയിലും ആത്മാവിലും ജ്ഞാനത്തിലും യേശു വളർന്നു വന്നു. ലൂക്കോസ് 2:40 പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ മാതാപിതാക്കൾക്ക് അനുസരണമായി കീഴ്പ്പെട്ട് വളരുകയാണ്. പിന്നെ യേശുവിനെ നമ്മൾ കാണുന്നത് 12-ാമത്തെ വയസ്സിലാണ്. 12-ാമത്തെ വയസ്സ് ഒരു യഹൂദ ബാലനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതിനിടയ്ക്ക് അവൻ എന്ത് ചെയ്യുന്നു? അപ്പൻ്റെ ജോലിയൊക്കെ പഠിക്കുന്നുണ്ട്, ന്യായപ്രമാണത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, സിനഗോഗിൽ പോയി പല ന്യായപ്രമാണ കാര്യങ്ങളെല്ലാം പഠിക്കുന്നു. യേശുവിൻ്റെ 12-ാം വയസ്സിലെ സംഭവമാണ് പിന്നെ സുവിശേഷകന്മാർ ചിത്രം. എന്താ അതിൻ്റെ ഇടയിലൊന്നും പറയാഞ്ഞേ? അതിൻ്റെ ഇടയിലുള്ളതൊന്നും രക്ഷണ്യ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ എന്തല്ല. നീ എത്ര മണിക്കാണ് ഉറങ്ങി, എപ്പം വന്നു, ഏത് സ്കൂളിലാണ് പഠിച്ചേ, ആരായിരുന്നു നിൻ്റെ ടീച്ചർ, ഇതൊന്നും ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ എഴുതുമ്പോൾ ഇത് വല്ലതും എഴുതാൻ പോകും. ഡിസംബർ 31-ാം തീയതി വെള്ള ഷർട്ടും മഞ്ഞ പാൻറ്റും ഇട്ടിട്ട് വർഷ സമാജത്തിന് പോയെന്നല്ലോ. അതൊന്നും ഒരു പ്രസക്തമുള്ള കാര്യമല്ല. പ്രസക്തമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എഴുതുന്നത്. 12-ാം വയസ്സ്
യഹൂദാ സിനഗോഗുകളിൽ ന്യായപ്രമാണം വായിക്കുകയും ദൈവീയ ജ്ഞാനത്തിൽ വളർന്നു വരികയും ചെയ്ത യേശു ശാസ്ത്രിമാരുമായി ദേവാലയത്തിൽ വെച്ച് സംവാദിക്കുന്നതായി ലൂക്കോസ് 2-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 47 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. അതിനുശേഷം എന്തോ നമ്മൾ വായിക്കുന്നതെന്ന് അറിയാമോ? 47-ാം വാക്യം ലൂക്കോസ് 2-ന്റെ 41 മുതൽ 47 വരെ വായിച്ചേൻ. ആ 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 ആശ നല്ല ന്യായപ്രമാണം സംബന്ധിച്ച് നല്ല അഗ്രഹണോടും എന്തോ ശാസ്ത്രിമാരും പരീക്ഷന്മാരോടും കൂടെ എന്തുവാ വാദിക്കുക. ആ കുഴപ്പമില്ലായിരുന്നു യേശു. അത് നിങ്ങൾക്ക് മനസ്സിലായോ? യാതൊന്നും യേശു ആരല്ലായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, പഠിക്കുമായിരുന്നു. അത് തന്നെ, അതാണ്. അത് നിങ്ങൾ പറയുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയാ. പഠിക്കുമായിരുന്നു. കുഞ്ഞ് പഠിക്കാൻ വന്നാൽ പഠിക്കണം, കളിക്കാൻ വന്നാൽ കളിക്കണം, ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ് എനിക്ക്. ഈ ദൈവം ഈ ശൗലിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. അവൻ ചെയ്യുന്നതിൽ എരിവോടെ പ്രവർത്തിച്ചവനായിരുന്നു. അതിനാണ് അവൻ ന്യായപ്രമാണം സംബന്ധിച്ച് എരിവുള്ളവനായിരുന്നു. എന്ന് ചുമ്മാ ഒരുമാതിരി പഴങ്കഞ്ഞി ഓടി ഇരിക്കുന്ന ടൈപ്പ് കുറേ എണ്ണമുണ്ട്. എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും ചിന്തിക്കത്തില്ല, ഒന്നും റെസ്പോണ്ട് ചെയ്യില്ല, വെറുതെ എന്തോ ഇത് എന്തിനു കൊള്ളാം, തന്നെ കൊള്ളാം. പായ പറക്കാതിരിക്കാൻ പണ്ടൊക്കെ, ഇപ്പം നമുക്കൊക്കെ ഹോളിൽ പായമില്ലല്ലോ. എടാ ജീവനോടി ഒരു ഉഷാറായിട്ടൊക്കെ ഇരിക്കേ, എന്തെങ്കിലുമൊക്കെ പറയണം, പ്രവർത്തിക്കണം, പഠിക്കുന്നു ആത്മാർത്ഥമായിട്ട് പഠിക്കണം, കളിക്കുന്നു ആത്മാർത്ഥമായിട്ട് കളിക്കണം. ഒരു കാര്യം ചെയ്താൽ അതെന്ത് ചെയ്യണം? അതിൻ്റെ മുഴുവൻ ബലത്തോടെ ആത്മാർത്ഥയോടെ നീ ചെയ്യേ. ചിലപ്പോൾ ഞാൻ പറയടാ, പാപം ചെയ്യുന്നത് ആത്മാർത്ഥയോടെ ചെയ്യേ. ചെയ്യാനല്ല ഞാനീ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ ആ ഏൽപ്പിക്കുന്ന കാര്യം നീ എന്ത് ചെയ്യേ? അങ്ങ് ഉത്സാഹത്തോടെ അങ്ങ് ചെയ്യേ. ഇത് തപ്പെടുത്ത് തടങ്ങെടുത്ത് അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് അപ്പോഴത്തേനും 5 മണി ആവുകയും ചെയ്തു. നോ, യേശു എന്ത് ചെയ്യുക? 12-ാമത്തെ വയസ്സിലും എന്ത് ചെയ്യുക? വാദിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് വായിച്ചോ. അവൻ്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും എന്താണെന്നറിയാമോ? അവൻ്റെ വിവേകത്തിൽ, അവൻ്റെ ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവൻ്റെ വിവേകത്തിലും അവൻ പറയുന്ന മറുപടിയും കേട്ടിട്ട് ആളുകൾക്ക് വിസ്മയം തോന്നി. എന്നിട്ട് അവനെ കണ്ടിട്ട് ആരതിശയിച്ചു? അല്ല, അമ്മയപ്പന്മാർ. അവരല്ലേ അന്വേഷിച്ചു തന്നെ. എന്നിട്ട് അമ്മ ചോദിക്കുക, അങ്ങനെ എന്നാ പരിപാടിയാടാ നീ കാണിച്ച്? നിന്റെ അപ്പനും ഞാനും ആകെ വ്യസനിച്ചല്ലോ നിന്നെ കാണാതായപ്പോഴും, അല്ലേ? വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്തിനാ എന്നെ അന്വേഷിച്ചേ? ഞാൻ എൻ്റെ പിതാവിനുള്ളിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ എന്നിട്ട് അതാർക്ക് അന്നേരം മനസ്സിലായില്ല എന്തുവാ ഇവനെ ഈ പറയുന്നതെന്നുള്ളത്. ചിലപ്പോൾ ചില പിള്ളേർ പറയും നമുക്ക് മനസ്സിലാവില്ലല്ലോ, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്തുവാ ഉദ്ദേശിച്ചതെന്ന്. ഇവൻ ഇവിടെ ഒരു കുട്ടി വീട്ടിൽ പറയായിരുന്നു, അമ്മ ഒരു ദിവസം അമ്മ എന്നെ കാണില്ല നോക്കിക്കോളാൻ പറഞ്ഞു. ഇവിടെ ചാടിപ്പോകാൻ തീരുമാനം എടുത്തിട്ടാണ് ഇത് പറഞ്ഞത്. അന്നൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ല. അമ്മ ചുമ്മാ തമാശ പറയാമെന്നാണ് വിചാരിച്ചത്. പോയി കഴിഞ്ഞപ്പം അമ്മയ്ക്ക് വിവരം മനസ്സിലായി. വായിച്ചോ. അങ്ങനെ ചെയ്തു കളയല്ലേ? പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നാസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്നുവരെ 30 വയസ്സ് വരെ യേശുവിനെ കുറിച്ച് വേറെ ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. ദ സൈലന്റ് ഇയേഴ്സ് ഓഫ് ജീസസ് എന്ന് പറയും.
തൻ്റെ പ്രവൃത്തിയുടെ സമയമായപ്പോഴാണ് പിന്നെ നമ്മളവനെ നീന്തുന്നത് കാണുന്നത്. നോക്കാം നമുക്ക്. അങ്ങനെ ആ സമയത്താണ് അവനെ എല്ലാവരും ഒക്കെ അറിയാൻ തുടങ്ങിയത്. പിന്നെ പല പ്രാവശ്യത്തായിട്ട് യേശുവിനെ കുറിച്ച് ജനം പരാമർശിക്കുന്നിടത്ത് ഇവൻ തച്ചൻ്റെ മകനല്ലയോ, ഇവൻ്റെ സഹോദരന്മാരിനൊക്കെ നമ്മുടെ കൂടെ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ കാര്യം എന്നാ? യേശുവിനെ നസ്രത്തിൽ എല്ലാവർക്കും അറിയായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനൊരാളെ അറിയുകയും ചെയ്യുമല്ലോ. കാരണം ജന്മം കൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു, കർമ്മം കൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നവൻ, ഇവൻ്റെ പ്രവൃത്തി ഇവൻ്റെ എല്ലാം മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരിക്കുന്നു. അപ്പം അങ്ങനൊരു ആള് പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയാമോ? നോട്ട് ചെയ്യപ്പെടും, സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടും. നോക്കാം. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്ന് വന്നു. മർക്കോസ് 6:3 വെളിച്ചത്തിൽ, മർക്കോസ് 6:3 വായിച്ചോ. നസ്രത്തിലുള്ള എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിസ്യ ശുശ്രൂഷ കാലയളവ് വരെയുള്ള ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു എന്ന് തെളിയുന്നു. വായിച്ചോ. മർക്കോസ് 6:3. 6:3 വായിക്കേ, ആദ്യം തൊട്ട് 6:3. ഇവൻ മറിയയുടെ മകനും, ശ്രദ്ധിച്ചേ, ജോസഫിൻ്റെ മകൻ എന്നല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ യേശുവിനെ അറിയുന്ന മുഴുവൻ എന്തുവാ? മറിയയുടെ മോനാ. അങ്ങനെ ഒരു സ്ത്രീയുടെ പേരിൽ അറിയപ്പെട്ട വേറൊരു മനുഷ്യനും കൂടെ ഉണ്ട് വേറൊരു സ്ഥലം. ആരാ? ക്ലൂ ആരാ? ഫറവോന്റെ പുത്രിയുടെ മകൻ. മോശ ഇവിടുന്ന് എങ്ങനെ? ഫറവോന്റെ പുത്രിയുടെ അപ്പൻ്റെ പേരിലല്ല അറിയുന്നത്. ഇവിടെ അറിയുന്നത് എങ്ങനെ? മറിയയുടെ മകനും. വായിച്ചോ. അപ്പം എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ തന്നെ, അല്ലേ? അത്രയും പറഞ്ഞെങ്കിൽ വിടാം. പിന്നെ ബാക്കി 3 സഹോദരന്മാരുണ്ട്. യാക്കോബ്, യോസ്, യൂദ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? തച്ചൻ്റെ മകനല്ലയോ എന്നല്ല ചോദിക്കുന്നേ, ഇവനാചാര്യ. അപ്പോൾ യേശുവിൻ്റെ തൊഴിൽ എന്തുവായിരുന്നു? ആശാരിപ്പണിയാ. 30 വയസ്സായപ്പോഴത്തേന് ഹീസ് എ നോൺ കാർപ്പൻ്റർ, അറിയപ്പെടുന്ന ഒരു ആശാരിയായിട്ട്. നമ്മൾ 30 ഒന്നും ഒരു പണിയും ചെയ്യാൻ നമുക്കിപ്പോഴും അറിയില്ല. ഇതറിയാമോ? യേശു 30 വയസ്സായപ്പോഴത്തേന് അവനെ അറിയുന്നത് എങ്ങനെ? തച്ചനെന്ന് പറഞ്ഞിട്ടാ. ഇന്നയാളുടെ സഹോദരനും തച്ചനുമല്ലയോ? ഞാൻ ചോദിക്കട്ടെ, നിന്നെ ഏത് പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? നിനക്കൊരു തൊഴിൽ തന്നെ, ഒരു തൊഴിൽ, ഏത് തൊഴിൽ ചെയ്യാനാണ് നിനക്ക് താല്പര്യം? ബേസിലെ ഒരു തൊഴിൽ തരാമെന്ന് പറഞ്ഞ് ഏത് തൊഴിൽ ചെയ്യാനാ ആഗ്രഹം? ഏതാ? ഭക്ഷണം വയ്ക്കാൻ. സഹോദരിമാർക്ക് പിന്നെ വേറൊന്നും പറയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ അത് തന്നെ അങ്ങ് പറഞ്ഞിരിക്കും. ജിജോ, ഒരു തൊഴിൽ ചെയ്യാൻ പറഞ്ഞ് ഏത് തൊഴിൽ ചെയ്യാനാണ് ഇഷ്ടം? ഹാർഡ് വർക്ക് അല്ലേ? ആർട്ടാ ഞാൻ കേട്ടത്, ഹാർഡെന്നാ. ഓക്കെ ഓക്കെ പോയി പാസ്റ്റേ, ഒരു ജോലി തരാമെന്ന് പറഞ്ഞാൽ ഏത് ജോലി ചെയ്യാനാണ് ഇഷ്ടം? മരാമത്ത് പണികൾ അല്ലേ? ഓക്കെ. അപ്പോൾ യേശു മരാമത്ത് പണി എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മനസ്സിലായിട്ടില്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തേ. ഹെൽപ്പിങ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. ഓവർസിയർ അല്ല, ഓവർ ഡൂയിങ് ആണ് അത്. അതായത് എന്തും ചെയ്യും. കിളയ്ക്കണോ, കുത്തണോ, വാരണോ, കോരണോ, എടുക്കണോ, ഇടണോ ഒക്കെ ചെയ്യുന്നു. യേശു ഒരു കാർപ്പൻ്ററായിരുന്നു. കാരണം യേശുവിനെ അങ്ങനെ ദേശം മുഴുവൻ അറിയുന്നത്. ഇവൻ തച്ചനല്ലയോ എന്നാണ് ചോദിക്കുന്നത്. കാരണം അപ്പം നസ്രത്തിൽ അറിയപ്പെടുന്ന ഒരു തച്ചനായിരുന്നു ഇവന്. അടുത്തത്
ഇവൻ്റെ സഹോദരികൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഒരു നിറഞ്ഞ കുടുംബത്തിൽ ഒരു അംഗമായിരുന്നു യേശു. ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ദൈവപുത്രനാ, ഈ വക പണിക്കൊന്നും എന്നെ എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഞാൻ വർഷിപ്പ് ലീഡറാണ്, കസരയിടാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ അസിസ്റ്റന്റ് പാസ്റ്ററാണ്, ചൂലെടുക്കാനും വൃത്തിയാക്കാനൊന്നും എന്നെ പോലെ. പഴയടോ അന്നേരം പറഞ്ഞു, ഇവിടെ വരുന്നതിന് ആദ്യം എടുത്ത് കൊടുക്കുന്ന ചൂല, ആദ്യം കൊടുക്കുന്ന പണി എന്തുവാ? കക്കൂസുണ്ട്, റേറ്റ് കക്കൂസുണ്ട്. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും, രണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ദിവസമായിട്ട് അടിച്ച് വൃത്തിയാക്കി കഴുകിയിട്ട് അടിച്ചിട്ടോളം. എന്നിട്ട് നിന്നെ അടുത്തത് ഇനി എന്ത് ചെയ്യുള്ളൂ? ഓഫീസിൽ കയറണോ വേണ്ടതെന്ന് തീരുമാനിക്കത്തുള്ളൂ. 6 മാസം അവിടെ പണിയെടുക്കുക. കേരളത്തിൽ പെന്തക്കോസ്ത് മിഷൻ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട്. പണ്ട് CPM ആയിരുന്നു. അവിടെ ആദ്യം അപ്പോയിൻമെൻറ്റ് വേലക്കിറങ്ങി ആദ്യം അടുക്കള പാസ്റ്ററായിട്ടാണ്. ഒരു കളിമുണ്ടും കൊടുക്കൊരു, അവർക്ക് പ്രത്യേക സൈസിൽ കളിമുണ്ടുണ്ട്. ഒരു ബനിയനിട്ട് മാർക്കറ്റിൽ നേരാ മാർക്കറ്റിൽ പൊക്കോണം. സൈക്കിളോട്ട് അല്ലെങ്കിൽ നടന്ന് പൊക്കോണം. അടുക്കള പാസ്റ്റർ എന്നാണ് വിളിക്കുക. 6 മാസം നീ അങ്ങനെ ചെയ്യേ, അല്ലെങ്കിൽ 1 വർഷം അങ്ങനെ ചെയ്യേ. വേലക്കാരുടെ അടുത്തങ്ങ് ഇരിക്കാൻ നിനക്ക് ചാൻസ് തരത്തില്ല, നീ പുറത്തായിരിക്കും എപ്പോഴും. അത് കഴിഞ്ഞാൽ പിന്നെ തുണി കഴുകുക അടുത്ത ജോലി. ഏതാ? അവിടുത്തെ മദർമാരുടെയും സിസ്റ്റർമാരുടെയും എല്ലാം അടിച്ചോണം, കഴിക്കണം. അത് അവരുടെ വെള്ള വേറെ ടൈപ്പ് വെള്ളയാ. അങ്ങനെ അതിനകത്തൊരു 10-15 കൊല്ലം നിന്നെ ഇട്ട് കശക്കി എടുത്തു കഴിഞ്ഞാൽ നീ എവിടെ പോയാലും നിലനിൽക്കും. നമുക്ക് വരുമ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയാമോ? പ്രസംഗിക്കാൻ എന്ത് ചെയ്യണം? സ്റ്റേജ് കിട്ടണം. സ്റ്റേജൊക്കെ തരാം. എന്നിട്ട് പിന്നെ മുമ്പിൽ ഇരിക്കുന്നവനെ ഭരിക്കാൻ വരരുത് ഇവിടെ. പ്രത്യേകിച്ച് ഞാൻ പൊതു ശുശ്രൂഷ അങ്ങനെയുള്ള അടുത്ത് പോകുന്നു. ഈ വല്ല സഭയിലും നിന്നെ പ്രസംഗിക്കാൻ വിളിച്ചാലേ ആ സഭ നന്നാക്കാനല്ല നിന്നെ വിളിച്ചേക്കുന്നത്. ആ ദൈവദാസനെ എന്ത് കഷ്ടപ്പെടുത്താൻ ഓരോ വിശ്വാസിയും നിലനിർത്തിക്കൊണ്ട് വന്നതെന്ന് എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് അറിയാം. അവരെ ഇട്ട് തോണ്ടാനും മാണ്ടാനും ഒന്നും അല്ല നിന്നെ വിളിച്ചേക്കുന്നത്. വല്ല ദൂതുണ്ടെങ്കിൽ പറഞ്ഞേച്ച് എന്തോ ഇതോണ്ട് ഇറങ്ങി പൊക്കോണം. യേശു ദൈവപുത്രനാണെന്ന് യേശുവിന് നല്ലപോലെ അറിയാമായിരുന്നു, ഇല്ലേ? തനിക്കറിയായിരുന്നു, മറിയൊക്കെ അറിയായിരുന്നു, വീട്ടിലെ സഹോദരന്മാർക്കൊക്കെ അറിയാം. ഇവൻ എവിടുന്നൊക്കെ കേട്ട് കാണും? അമ്മ പറഞ്ഞത് കാണും, എലിസബത്തും കുറേയൊക്കെ പറഞ്ഞു കാണും, അല്ലേ? ഇവന് ചാർച്ചക്കാരാ. യോഹന്നാൻ സ്നാപകനൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല അവൻ. പക്ഷെ ആ ഗമ കർത്താവ് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, കാണിച്ചിട്ടേയില്ല, ഒരിക്കലും കാണിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയാം, നീ ആരാന്നുള്ള ബോധ്യം നിനക്കുണ്ടെങ്കിൽ നീ ആരാന്ന് നീ വെളിപ്പെടുത്താൻ പോവില്ല. കാരണം നിനക്കറിയാം നീ ആരാന്ന്. മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് 30 വയസ്സ് വരെ അവൻ ജീവിച്ചു, ഒരു തച്ചനായിട്ട്. സമൂഹത്തിന് മുഴുവൻ ഇവനെ അറിയാം. എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എല്ലാവരും നോക്കുന്നതൊക്കെ ഒരു സ്പെഷ്യൽ കണ്ണോടാ. വീട്ടിലാണെങ്കിലും ആ ഒരു ഇതൊക്കെ ഉണ്ട്. യേശുവിൻ്റെ ഉയർപ്പ് വരെ യേശുവിൻ്റെ സഹോദരന്മാരാരും യേശുവിനെ എന്ത് ചെയ്യുന്നതിലെന്നറിയാമോ? വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അമ്മയെ പിടിച്ച് ആരെയും ഏൽപ്പിക്കേണ്ടി വന്നേ? യോഹന്നാൻ്റെ ഏൽപ്പിക്കേണ്ടി വന്നേ. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമാണ് താൻ ദൈവപുത്രനെന്ന് അവരെല്ലാം സമ്മതിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന വാക്യത, തൻ്റെ ഉയർപ്പിനാൽ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിനാൽ താൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ എന്ത് ചെയ്തു? നിർണയിക്കപ്പെട്ടു. അതുവരെ അംഗീകരിച്ചില്ല ആരും. ഇത്രയൊക്കെ അത്ഭുതങ്ങൾ ചെയ്തിട്ടും അവരെന്ത് ചെയ്തിട്ടില്ല? അംഗീകരിച്ചില്ല സഹോദരന്മാർ. എനിക്ക് പറഞ്ഞില്ലേ, നിനക്ക് വലിയ ആളാവണമെന്നുണ്ടെങ്കിൽ നീ അവിടെ പെസകല്ലേ, ഇപ്പോൾ 4 പേർ കൂടെ അവിടെ പോയി നീ നിന്ദിച്ചപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യേ? നീ കാണിക്കേ. എന്തെല്ലാം നിന്ദിക്കപ്പെട്ടെന്നറിയാമോ യേശു?
എത്രമാത്രം നിന്ന് അനുഭവിച്ചെന്നറിയാമോ? അതിൻ്റെ ഒന്നും പകുതി നമ്മളാരും എന്ത് ചെയ്യുന്നില്ല, അനുഭവിച്ചിട്ടില്ല. സ്വപ്നം പോലും കാണാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. നസ്രത്തിലുള്ള എല്ലാവർക്കും യേശുവിൻ്റെ കുറിച്ച് അറിയാമായിരുന്നു. പരസ്യ ശുശ്രൂഷ കാലയളവ് വരെയുള്ള ജീവിതത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു എന്ന് തെളിയുന്നു. നസ്രത്തിൽ ഒരു ശബത്തിൽ അവൻ ഉപദേശിക്കുമ്പോൾ ആ ദേശവാസികളും ചാർച്ചക്കാരും ഭവനക്കാരും അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിക്കുകയും ഇവൻ ഈ ജ്ഞാനമൊക്കെ എവിടെ നിന്നാ, ഇവൻ്റെ കയ്യാൽ നടക്കുന്ന ഈ അത്ഭുതങ്ങളൊക്കെ എന്ത്, ഇവൻ മറിയയുടെ മകനല്ലേ, ഇവൻ തച്ചനല്ലേ, ഇവൻ നമ്മോടുകൂടെ ഉണ്ടായിരുന്നവനല്ലേ, ഇവൻ്റെ സഹോദരീ സഹോദരന്മാർ നമ്മോടുകൂടെ ഉള്ളവരല്ലേ എന്ന് പറഞ്ഞ് അവങ്കൽ എന്ത് ചെയ്തെന്നറിയാമോ? ഇടറിപ്പോയെന്നാ പറയുന്നത്. ഇവനാരാ ഇത്ര വലിയ കാര്യം പറയാനായിട്ട്? കാരണം അവനെ അതുപോലെ അറിയാവുന്നവനായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും അവൻ്റെ ഭവനത്തെക്കുറിച്ചും നസ്രത്തിലുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ഒരിക്കൽ പറഞ്ഞു, നസ്രത്തിൽ നിന്ന് കാണാൻ വല്ല നന്മ വരാൻ പോകുന്നു. ഓർക്കുന്നില്ലേ? ആരാണ് ചോദിച്ചോളൂ, തൃശ്ശൂരെ കാണാൻ നല്ല പ്രാസംഗികരും വല്ലതും ഉണ്ടോ? അതൊക്കെ തെക്കല്ലയോ ഉള്ളേ. തൃശ്ശൂരെ കാണാൻ വല്ല നല്ല പാസ്റ്റർമാരുണ്ടോ? വല്ല നല്ല വചനം അറിയാവുന്നൊരു വല്ലതും ഉണ്ടോ? കാര്യം ഇത് പൂരങ്ങളുടെ നാടല്ലേ, ഇതല്ലേ. ഇവിടെ ചാത്തനും കുട്ടിച്ചാത്തനും അതൊക്കെയല്ലേ ഇവിടെയുള്ളേ. ഇവിടെ കാണാൻ വല്ല ദൈവകൃപയുള്ളത് വല്ല കാര്യം ഉണ്ടോ? മറുപടി, വന്ന് കാണുക, വന്ന് കാണുക. ഇതുപോലായിരുന്നു. നസ്രത്തിൽ നിന്നൊന്നും എന്ത് ചെയ്യത്തില്ല, ഒരു പ്രവാചകം പോലും നസ്രത്തിൽ നിന്ന് വരത്തില്ല. നസ്രത്തിൽ നിന്നൊന്നും ഒരിക്കലും ഒരു നന്മ എന്ത് ചെയ്യുന്നില്ല, ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ നോക്കിക്കേ, ഇപ്പോഴും വല്ല നല്ല പ്രാസംഗികരുണ്ടെങ്കിൽ എല്ലാം തെക്കല്ലേ ഉള്ളു. അപ്പൊ അങ്ങനത്തെ ഒരു ഇമേജ് മനസ്സിൻ്റെ കിട്ടിയത് നമ്മുടെ ആത്മീയമായി ശുഷ്കിച്ച വരണ്ട ദേശമാണ്. ഒരാത്മീയ കാര്യമൊന്നും പ്രതീക്ഷിക്കാൻ നസ്രത്തിൽ നിന്നൊന്നും വരാനൊന്നും ഇല്ല. അവൻ ഇത് പറയും, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും അവൻ്റെ ഭവനത്തെക്കുറിച്ച് നസ്രത്തിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. നസ്രത്തിൽ 30 വയസ്സ് വരെയും ഒരു തച്ചനായി അവൻ വളർന്നു. തുടർന്നുള്ള യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിൽ യോസഫിനെ കുറിച്ച് യാതൊരു വിവരവും നമ്മൾ കാണുന്നില്ല. അവൻ്റെ അമ്മയും സഹോദരി സഹോദരന്മാരെയും കുറിച്ച് നാം പിന്നെയും വായിക്കുന്നുണ്ട്. യോസഫിനെ കുറിച്ച് നമുക്ക് പിന്നെ യേശുവിൻ്റെ പിന്നെ നമ്മളൊന്നും കാണുന്നില്ല. പിന്നെ ഒരിക്കൽ കാണുന്നത്, നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ വന്നെന്നാണ് പറഞ്ഞത്. അപ്പം കാണാൻ വന്നതായിട്ട് പിന്നെ എന്ത് ചെയ്യുന്നില്ല. യോസഫിനെ കുറിച്ച് പിന്നെ വേറെ ദിവസം ഒന്നും പറയുന്നില്ല. മർക്കോസ് 3:31 വായിച്ചേൻ, 31-32. അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണാൻ വരുന്നുണ്ട്. 32 വായിച്ചോ. ആ ആ ആ ആ അപ്പോഴും അച്ഛനെ കാണുന്നില്ല അവിടെ. ജോസഫിനെ പിന്നെ നമ്മൾ കാണുന്നതേ ഇല്ല. പക്ഷെ അമ്മയും സഹോദരന്മാരും വീണ്ടും പലപ്പോഴുമൊക്കെ ഈ വട്ടം ജീവനോട് ഇരിപ്പുണ്ടോ, എവിടെ ആൾക്ക് അത് കാണാനും അന്വേഷിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഇതിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ പിതാവായ ജോസഫ് മരിച്ചുപോയി എന്ന് നമുക്ക് ഊഹിക്കാം. തെളിവൊന്നുമില്ല. ഏതായാലും ഉപേക്ഷിക്കില്ലെന്ന് മനസ്സിലായി. കാരണം എന്തുവാ, അതിന് ദൈവാത്മാവ് നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, തടയിട്ടിട്ടുണ്ട്, ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. അപ്പം ന്യായമായിട്ടും മരിച്ചു പോയിരുന്നേക്കാം. അതുകൊണ്ടാണ് ഈ തിരുക്കുടുംബത്തിൻ്റെ, ഞാനത് പർപ്പസിൽ ഉപയോഗിച്ചാണ് ആ പദം, തിരുക്കുടുംബത്തിൻ്റെ ചിത്രം വരയ്ക്കുന്നിടത്തെല്ലാം ജോസഫ് കുറേ പ്രായമുള്ള ഒരാളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. മറിയ പ്രായം കുറഞ്ഞൊരു സ്ത്രീ ആയിട്ടും കൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. മരിച്ചുപോയി കാണാം. യേശുവിൻ്റെ കുടുംബത്തിൽ തനിക്ക് 4 സഹോദരന്മാരും 2 സഹോദരികളും ഉണ്ടായിരുന്നതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. മർക്കോസ് 6:3. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരുടെ അപ്പം 4 സഹോദരന്മാരുടെ പേര്. പിന്നെ ഇവൻ്റെ സഹോദരികളും. അപ്പം ഒന്നിൽ കൂടുതലുണ്ട് എന്തായാലും, ഇല്ലേ? ശരി. യാക്കോബ്, യോസെ, യൂദ, ശിമോൻ എന്നിവരാണ് യേശുവിൻ്റെ സഹോദരന്മാർ. ഇതിൽ യാക്കോബിൻ്റെ ലേഖനവും യൂദായുടെ ലേഖനവും യേശുവിൻ്റെ സഹോദരന്മാരായ യാക്കോബും യൂദായും എഴുതിയതാണ്.
ഇത് അപ്പോസ്തലനായ യാക്കോബല്ല യൂദ എഴുതിയിരിക്കുന്നത്, യേശുവിൻ്റെ സഹോദരനായ യൂദയാണ് എഴുതിയിരിക്കുന്നത്. യൂദായുടെ ലേഖനവും യേശുവിൻ്റെ സഹോദരൻ തന്നെ എഴുതിയേക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ജീവിത കാലയളവിൽ ഇവർ അവനെ അംഗീകരിക്കുന്നതായോ വിശ്വസിക്കുന്നതായോ കാണുന്നില്ല. അതുകൊണ്ടത്ര യേശു ഇപ്രകാരം പറഞ്ഞത്, ഒരു പ്രവാചകനും സ്വന്തം ദേശത്ത് ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലുമല്ലാതെ ബഹുമാനം ഇല്ലാത്തവനല്ല. വീട്ടുകാർ നമ്മളെ പാസ്റ്റർ എന്ന് വിളിക്കാൻ ഭയങ്കര പാടായിരിക്കും. കാരണം അവരുടെ കൂടെ അടിച്ച് ജനിച്ച് വളർന്ന് വഴക്കുണ്ടാക്കിയില്ലേ, കൊച്ചുനാൾ കുസ്തുതിയൊക്കെ ഒപ്പിച്ച നമുക്കൊരു ദിവസം രാവിലെ ദൈവവിളി കേട്ട് നമ്മൾ ആത്മാവിനറിയപ്പെട്ട അഭിഷേകമൊക്കെ പ്രാപിച്ചു വന്നു എന്ന് പറയുമ്പം നമ്മളെ പാസ്റ്ററാണ്. ഇവനെ ആരാ നമുക്ക് അറിഞ്ഞോടെ, എൻ്റെ കൂടെ വഴക്കുണ്ടാക്കിയവനാ അല്ലേ? അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധി. ഞാൻ ഒരു കാര്യം പറയാം, ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി എന്നാണെന്നറിയാമോ? സ്വന്തം ഭവനത്തിൻ്റെ ഇടയനായിരിക്കുക എന്നുള്ളതാണ്. പാവം മോശ അനുഭവിച്ചത് ചില്ലറ എങ്ങാനാണ്, സഹോദരി ഒരുത്തിക്കൊണ്ട് എന്തെല്ലാം അല്ലേ. സ്വന്തം ഭവനത്തിനിടെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. സ്വന്തം സഹോദരന്മാരുടെ ഇടയനായിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യം. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞ്, ഒരു പ്രവാചകനും സ്വന്തം ഭവനത്തിൽ സ്വന്തം ചാർച്ചക്കാരുടെ ഇടയിൽ അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമാണ്. അവൻ്റെ സഹോദരന്മാർ തന്നെ ഒരിക്കൽ പറഞ്ഞു, യോഹന്നാൻ 7-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേൻ. നിനക്ക് വലിയ ആളാവാനാണെങ്കിൽ നീ എന്ത് ചെയ്യേ? നീ ചെന്ന് അത്ഭുതങ്ങളൊക്കെ കാണിക്കേണ്ട എവിടെയാണെന്ന് ഞങ്ങൾ പറഞ്ഞുതരാമെന്ന് അവർ പറഞ്ഞു. പ്രസിദ്ധനാകുവാൻ ഇച്ഛിക്കുന്നവൻ രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ല. വായിച്ചോ, യോഹന്നാൻ 7-ന്റെ 4 മുതൽ 6 വരെ. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ യഹൂദയെ പോ, അവിടെ ചെന്നാൽ നിനക്ക് എന്ത് ചെയ്യാം? വലിയ ആളാവാം. പ്രസിദ്ധനാവാൻ ഇവിടെ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലപ്പാ. ഏതാ പ്രസിദ്ധനാകണമെന്നൊരു ആഗ്രഹം നമുക്ക് ഇല്ല. ദൈവം ഒരു ശുശ്രൂഷ തന്നു, അത് ചെയ്യുന്നു എന്നല്ലാതെ വേറൊരാഗ്രഹം. സ്വന്തം സഹോദരന്മാർ വരെ പറഞ്ഞു, എന്തുവാ നിനക്ക് പ്രസിദ്ധനാകണമെങ്കിൽ നീ എന്ത് ചെയ്യേ? നീ അവിടെ പോയി വല്ലതും ചെയ്യേ. യോഹന്നാൻ 7:5, അവൻ്റെ സഹോദരന്മാർ അവനിൽ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചിരുന്നില്ല. യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമാണ് അവർ യേശുവിൽ വിശ്വസിക്കുന്നത്. പ്രവൃത്തി 1:14. യാക്കോബിന്റെ മകനായ യൂദ, ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ അമ്മ മറിയോട് അവൻ്റെ സഹോദരന്മാരായ കൂടെ യേശുവിൻ്റെ ഉയർപ്പ് നടന്നപ്പോഴാണ്, എടാ നമ്മുടെ ചേട്ടച്ചാര് നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, അവൻ ദൈവപുത്രനായിരുന്നു. റോമാലേഖനം 1-ാം വാക്യം. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ, വായിച്ചോ, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ഉയർപ്പ് കഴിഞ്ഞതോടെ ചേട്ടന്മാർക്കും സഹോദരന്മാർക്കും ഒക്കെ മനസ്സിലായി, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. അതിനു മുമ്പേ ഒരാൾക്ക് വേറൊരാൾക്ക് വെളിപ്പാട് കിട്ടി, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. ആർക്കാ? നീ ജീവനുള്ള പിന്നെ പത്രോസിന് കിട്ടി. പിന്നെ ആർക്കാ? ഭൂതങ്ങൾക്കെല്ലാം കിട്ടിയായിരുന്നു ഇല്ലേ, നീ ദൈവപുത്രനാണെന്ന്. പിന്നെ ഒരുത്തൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. ആരാ? ക്രൂശീകരണത്തിന് മുഴുവൻ ചുമതല വഹിച്ചിരുന്ന റോമൻ സൈന്യാധിപൻ പറയുന്നുണ്ട്, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. എന്നിട്ടും ആരുടെ കണ്ണ് തുറന്നില്ല? സഹോദരന്മാരുടെ കണ്ണ് തുറന്നില്ല. പിന്നെ ഒരു 2 ദിവസം കൂടെ കഴിയേണ്ടി വന്നു അല്ലേ? യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കാനാവാത്ത വിധത്തിൽ ലോകം ഏറ്റുപറഞ്ഞത്. അതിന് മുമ്പ് അതിനവർക്കൊന്നും പറയാനില്ല, മുട്ടുമടക്കിയേ പറ്റൂ.
ഉയർപ്പ് കഴിഞ്ഞപ്പോഴാണ് സ്വന്തം സഹോദരന്മാർ പോലും യേശുവിനെ അംഗീകരിക്കുകയും അങ്ങനെ ഒരു അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ കൂടി പ്രവൃത്തികളുടെ പുസ്തകം 14 വാക്യത്തിൽ വായിക്കുമ്പോൾ അവർ ഒരുമനപ്പെട്ട അപ്പോസ്തലന്മാരോടുകൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് തങ്ങളോട് ആ പറയപ്പെട്ട വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനായിട്ട് അവർ കാത്തിരിക്കുക. യേശുവിൻ്റെ അമ്മയായ മറിയയ്ക്ക് മറ്റു കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ വേദപുസ്തകം അത് നിരാകരിക്കുന്നു. മത്തായി 1-ാം 25 വാക്യത്തിൻ്റെ വെളിച്ചത്തിലും ലൂക്കോസിൻ്റെ 2:7 അടിസ്ഥാനത്തിലും യേശു ക്രിസ്തു മറിയയുടെ ആദ്യജാതൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണം, സേവ്യവ്രതന് എത്ര മക്കളുണ്ട്? 2 ആളുണ്ട്. ഇപ്പം ആദ്യ മോനെ വിളിച്ച് ഇതാ എൻ്റെ മൂത്ത മോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? രണ്ടാമത് ഒരെണ്ണം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അല്ലെ പിന്നെ എന്ത് ചെയ്യത്തില്ല ആ പദവി ഇത്? മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതെൻ്റെ മൂത്ത മോനാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? അടുത്ത ഒരെണ്ണം കൂടിയുണ്ട്, ഇളയത് ഒരെണ്ണം കൂടി ഉണ്ടെന്നാ. ആകെ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേനെ? ഇതെൻ്റെ ഏക മകനാന്ന് പറഞ്ഞേനെ. എനിക്കതേ പറയാൻ പറ്റുള്ളൂ. ആകെ ഒരെണ്ണേ ഉള്ളൂ. യേശുവിനെ കുറിച്ച് മറിയോടുള്ള ആദ്യജാതിനെ പ്രസവിച്ചെന്നാ പറഞ്ഞേക്കുന്നത്. എൻ്റെ അർത്ഥം എന്നാ? പിന്നെയും വരുന്നുണ്ട് ഇളയത്. യേശു ആദ്യജാതനാ മറിയയുടെ. അപ്പോൾ യേശുവിന് മറിയയ്ക്ക് വേറെ മക്കളുണ്ടായിരുന്നു. തിരുസഭ പഠിപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന പോലെ നിത്യ കന്യക അല്ലായിരുന്നു. വേറെ ദിവസം ഇഷ്ടം പോലെ തെളിവുകൾ അതിന് നമുക്ക് ഉണ്ട്. വേദപുസ്തകം വ്യക്തമായത് നിരാകരിക്കുന്നു. മത്തായി 1:25 വാക്യത്തിൻ്റെ വെളിച്ചത്തിലും ലൂക്കോസ് 2:7 വായിച്ചേൻ. ലൂക്കോസ് 2:7 എന്തുവാ? അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. യേശു മറിയുടെ ആദ്യജാതനം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു മറിയുടെ ആദ്യജാതനും ദൈവത്തിൻ്റെ ഏകജാതനുമാണ്. ദൈവത്തിൻ്റെ ആദ്യജാതനല്ല, ദൈവത്തിൻ്റെ ഏകജാതൻ, മറിയയുടെ ആദ്യജാതൻ. ഇപ്പം നമ്മൾ ഇന്ന് വരെയുള്ള ചരിത്രം പഠിച്ചു. യേശുവിൻ്റെ 30-ാം വയസ്സ് വരെ പഠിച്ചു കഴിഞ്ഞു. 30 വരെ കഴിഞ്ഞു. ഇപ്പം ഇനി പതുക്കെ പരസ്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുക. നാളെ പരസ്യ ശുശ്രൂഷയായിരിക്കും.